യൂറോപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തണുപ്പ്, മഞ്ഞ് ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ വരുന്നത് അത്യുഷ്ണത്തിൻ്റെ വാർത്തകളാണ്. അത്യുഷ്ണം കാരണം 1300-ലധികം ആളുകൾ അവിടെ വിവിധ രാജ്യങ്ങളിൽ മരിച്ചു വീണു എന്നുള്ള വാർത്തകളാണ്. റോഡിലെ ടാർ വരെ ഉരുകി മാറുന്നു എന്നുള്ള വീഡിയോകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നു. ആഗോളതാപനം, സമുദ്രതാപനം, അങ്ങനെ കുറേ പ്രതിഭാസങ്ങൾ, വലിയ രീതിയിലുള്ള കാലാവസ്ഥ മാറ്റം യൂറോപ്പിലാകെ, ലോകത്താകെയുണ്ട്. യൂറോപ്പിൽ പ്രത്യേകിച്ചും അത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അജിംസ്, ഈ ഉഷ്ണം നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞ പോലെ യൂറോപ്പിലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയിലൊക്കെ ബീഹാറിൽ, യു പിയിലും ഒക്കെ ആളുകൾ മരിച്ചു വീഴുന്ന വാർത്തകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ യൂറോപ്പ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ അത്തരം അവസ്ഥയിലേക്ക് യൂറോപ്പും എത്തിച്ചേർന്നു. ഈ ടാറുരി എന്നുള്ളതൊക്കെ അതിശയോക്തിയാണോ ഉള്ളതാണോ? വീഡിയോസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ചൂടൊന്നും അവിടെ വർദ്ധിക്കുന്നില്ല. 40-41 ഡിഗ്രി നമ്മളിവിടെ അതിൽ കൂടുതൽ ചൂട് രേഖപ്പെടുത്താറുണ്ടല്ലോ ഇന്ത്യയിൽ. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരതിനോട് അഡാപ്റ്റബിൾ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കുഴപ്പം. കാരണം ഒരു ശരാശരി യൂറോപ്പിനെ സംബന്ധിച്ച് അവരുടെ ബോഡി അഡാപ്റ്റ് ആയിട്ടുള്ള ഒരു 10 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് ചൂട് താങ്ങാനുള്ള ഇതിലാണ്. നമുക്ക് ഇവിടെ അത് കൊടും തണുപ്പാണ്. 10 to 20 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തണുത്ത് പറയും. അവരെ സംബന്ധിച്ച് അവർ അഡാപ്റ്റ് ആയിട്ടുള്ള ചൂട് അതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവരുടെ കെട്ടിടങ്ങളിൽ വെന്റിലേഷൻ കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. അവിടുത്തെ വീടുകൾ പണിയുന്നത് തന്നെ അകത്തെ ചൂട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും വെന്റിലേഷൻ ഇല്ലാതെ ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള വോൾ, മിക്കവാറും വുഡൻ വോളുകളായിരിക്കും. അതുപോലെ ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ജനലുകൾ. ഇതാണ് അവരുടെ ഒരു സിസ്റ്റം. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലോ പബ്ലിക് പ്ലേസിൽ പോലും എയർ കണ്ടീഷണറിൻ്റെ ആവശ്യമില്ല. ഒരിടത്തും എയർ കണ്ടീഷണറിൻ്റെ ആവശ്യമേ ഇല്ല. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു ഷോറൂമിൽ ചെന്നിട്ട് ആളുകൾ AC വാരിക്കൊണ്ട് ഓടുവാണ്. AC വേണ്ടി അടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പോൾ 1000 പേര് മരിച്ചു എന്ന് പറയുന്നത് പോലും പലതും ഈ ചൂട് മാറ്റാൻ വേണ്ടി ആളുകൾ കനാലിൽ ചാടുമ്പോൾ മുങ്ങി മരിക്കുന്നതൊക്കെയാണ് പലതും. അതുപോലെ ചൂടുള്ള കാറിനകത്ത് കുട്ടികൾ പെട്ടുപോയിട്ട് മരിക്കുന്നത്, ഹാർട്ട് അറ്റാക്ക്, നിർജ്ജലീകരണം മൂലമുള്ള ഹാർട്ട് അറ്റാക്ക്, അങ്ങനെയൊക്കെയാണ് ആളുകൾ മരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ അവിടെ ചൂടാണെന്ന് പറയുമ്പോൾ അതിലും കൂടുതൽ ചൂട് ഇന്ത്യക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യക്കാർ അതിനോട് അഡാപ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അത്ര പ്രശ്നമില്ലാത്തത്. ഇതിൻ്റെ കാരണം പലരും പറയുന്നത് ഇപ്പോൾ എൽനീനോ പ്രതിഭാസം പറയുന്നുണ്ട്. അതുപോലെ എൽനീനോ പ്രതിഭാസം തന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വാണിജ്യവാദങ്ങൾ, അങ്ങനെ സാധനമുണ്ടല്ലോ, ട്രേഡ് വിൻസ്. വാണിജ്യവാദങ്ങൾ നമ്മുടെ ഭൂമധ്യരേഖയുടെ സമാന്തരമായിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സഞ്ചരിക്കുന്ന ഒരു കാറ്റാണ്. കൃത്യമായ ഇടവേളകളിലുള്ള കാറ്റടിക്കും. ഈ കാറ്റിൽ വരുന്ന ചെറിയൊരു ഡിസ്റപ്ഷനാണ് എൽനീനോ പ്രതിഭാസം എന്നാണ് പറയുന്നത്. അതായത് പസഫിക് സമുദ്രത്തിൻ്റെ ഏതോ ഒരു ഉപരിതലത്തിൽ എവിടെയോ ചെറുതായിട്ട് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇതിൻ്റെ ദിശ മാറുകയോ അത് ശക്തി കുറയുകയോ ചെയ്യും. അത് കാരണം കേരളത്തിൽ മഴ കുറയുമെന്നും പറയുന്നുണ്ട്. അത് ഗ്ലോബലി ബാധിക്കും. കാരണം പസഫിക് സമുദ്രം എന്ന് പറഞ്ഞാൽ വലിയൊരു വാട്ടർ ബോഡിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഗ്ലോബലി അത് ബാധിക്കും. അപ്പോൾ ഈ വാണിജ്യവാദം അതിന് പേര് എങ്ങനെയാണ് മലയാളിച്ചെന്നറിയില്ല. ട്രേഡ് റൂട്ട് വിൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ട്രേഡ് റൂട്ട് എന്ന് വെച്ചാൽ ഈ കാറ്റിൻ്റെ ദിശ അനുസരിച്ചാണ് പണ്ട് പായക്കപ്പലുകൾ, ഈ വാണിജ്യക്കപ്പലുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അതിന് ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ വാണിജ്യവാദങ്ങൾ എന്ന് മലയാളീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാറ്റ് അങ്ങോട്ട് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പസഫിക് ഓഷനിൽ നിന്ന് ചൂടുള്ള വെള്ളം, ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒരു വേവ് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ഭാഗത്തേക്ക് പോകും. അവിടെ നിന്ന് വെള്ളത്തിൻ്റെ വേവ് ഇങ്ങോട്ടും വരും, ഈ ഇക്വേറ്ററിന് ഇപ്പുറമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുണ്ടാകുന്ന ഒരു കാര്യം, അമേരിക്കയിൽ തണുത്ത വെള്ളം ഉയർന്നു വരികയും ഈ ചൂടുള്ള വെള്ളം പസഫിക്കിലേക്ക് പോവുകയും ചെയ്യും. ഇത് നിലച്ചു പോകുന്നു. ഈ വാണിജ്യവാദങ്ങൾ ദിശ മാറുകയോ ശക്തി കുറയുകയോ ചെയ്യുന്നതോടുകൂടി ഇത് നിലച്ചു പോകുന്നതാണ് ഈ എൽനീനോ പ്രതിഭാസത്തിന് കാരണം എന്ന് പറയപ്പെടുന്നു. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സയൻറ്റിഫിക് കണ്ടെത്തൽ. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്, അറിയില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ യൂറോപ്പിൽ ഈ പറയുന്ന പോലെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഇതുണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. ഇനി എന്താ സംഭവിക്കാൻ പറഞ്ഞാൽ അടുത്ത ഡിസംബർ, ജനുവരി ആകുമ്പോൾ അമേരിക്കയിൽ കൊടും ശൈത്യമായിരിക്കും. മഞ്ഞുവീഴ്ചയും വലിയ തോതിലുള്ള മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് റിയൽ എന്നുള്ള അർത്ഥത്തിലേക്കാണ് പോകുന്നത്. ഒരു വശത്ത് തണുപ്പ് കൂടുന്നു, ഒരു വശത്ത് ചൂട് കൂടുന്നു. ഈ കൊല്ലം നമുക്ക് ഇവിടെ അത് നന്നായിട്ട് ബാധിക്കും. ഇപ്പോൾ ഗ്ലോബലി ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ ബാധിക്കും. മഴ കുറവാണ്. ഇത്തവണ നമുക്ക് മഴ കുറവാൻ സാധ്യതയുണ്ട് കാര്യമായിട്ട്. അത് തൊട്ടുടനെ അടുത്ത ഏപ്രിലിൽ കടുത്ത വേനലിലേക്കും ചൂടിലേക്കും നയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നതല്ല. മോദിജി പറഞ്ഞതുപോലെ കാലാവസ്ഥ മാറുന്നില്ല, ചൂട് സഹിക്കാനുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞു വരുന്നതുകൊണ്ടാണെന്ന് മോദിജി പറഞ്ഞതാണോ ശരി? അതല്ല, സയൻറ്റിഫിക്കായി തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വരും വർഷങ്ങളിൽ അറിയാം. എന്തായാലും എത്ര സൗകര്യങ്ങളും പണവും സമ്പാദ്യവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും കാലാവസ്ഥ ചതിച്ചു കഴിഞ്ഞാൽ പോയില്ലേ? അതങ്ങനെ തന്നെയാണല്ലോ.
ഇതിൽ ഇപ്പം ഈ ഫിഫ ഇതിൽ വേൾഡ് കപ്പിൽ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ടല്ലോ, അത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഹൈഡ്രേഷൻ ബ്രേക്ക് ആവശ്യമാണ്, കളിക്കാർക്ക് ആവശ്യമാണ്, കാരണം അമേരിക്കയിലെ കാലാവസ്ഥ അതാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പരസ്യം കയറ്റാൻ വേണ്ടിയിട്ടാണെന്ന്. അല്ല, സാധാരണ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഹൈഡ്രേഷൻ ബ്രേക്ക്. വേറെ ഖത്തറാണ് ഏറ്റവും ചൂടുള്ള സ്ഥലത്ത് നടന്നത്, അവിടെ ഹൈഡ്രേഷൻ ബ്രേക്ക് നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. നടന്നിട്ടില്ല. പക്ഷെ പല ടൂർണമെന്റുകൾ നടത്തിയിട്ടുണ്ട്, മുമ്പ് നടത്തിയിട്ടുണ്ട് ആണല്ലേ. പക്ഷേ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ്. അത് അമേരിക്കൻ കോണ്ടിനെന്റിൽ അങ്ങനത്തെ ഒരു ഹൈഡ്രേഷൻ ഇഷ്യൂ വരുന്ന ഒരു കാലാവസ്ഥ. കളി നടക്കുന്ന സമയം ഉച്ചയ്ക്ക് 12:00 കളി നടക്കുന്നുണ്ട്, പക്ഷെ എല്ലാ കളിയിലും അത് വെക്കുന്നുണ്ട്. നമ്മൾ CR7 ഭയങ്കരമായിട്ട് ആവശ്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഇതാണോ സംഭവം? അത് 41 വയസ്സായല്ലോ, അതുകൊണ്ടായിരിക്കും. കളിയിൽ 90 മിനിറ്റ്സ് എല്ലാ കളിയിലും കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും ആൾ കുഴഞ്ഞിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കാതെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം കേൾക്കുന്നത്. ഈ നൗഫൽ ചോദിച്ചാൽ ഇത് മനുഷ്യന് പ്രകൃതി അങ്ങനെ എന്താണ്. ഇപ്പോൾ സുനാമി 2005 സുനാമി അടിച്ചത്. സുനാമി അടിക്കുന്നതിന് മുമ്പ് നൗഫൽ എന്തെങ്കിലും ബീച്ചിൽ പോയിരിക്കും ആലോചിച്ചിരുന്നു ഈ കാണുന്ന തിരകൾ ഇങ്ങനെ ആകാശം മുട്ട ഉയരാൻ ശേഷിയുള്ളതാണെന്നും എൻ്റെ മാത്രം ഈ ഫ്ലാറ്റുകളൊക്കെ കടപുഴക്കി എറിയാൻ പാകത്തിൽ ശക്തിയുള്ളൊരു സാധനമാണെന്ന് കരുതിയിട്ടില്ലല്ലോ. സുനാമി വന്നതിന് ശേഷമാണ് മനുഷ്യൻ തിരമാലയ്ക്ക് ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ അങ്ങനെ പലതുമുണ്ട്. എന്താണ്, പ്രകൃതിയെ കീഴടക്കി എന്നൊക്കെ ഡയലോഗ് അടിക്കുക എന്നുള്ളത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഓരോ സന്ദർഭത്തിൽ ഇപ്പം ഈവൻ രോഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഓരോ മെഡിക്കൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നു, പുതിയ പരീക്ഷകൾ ഉണ്ടാകുന്നു, പുതിയ മരുന്നുകൾ ഉണ്ടാകുന്നു, പിന്നെ കുത്തിവയ്പ്പുകൾ ഉണ്ടാകുന്നു, എല്ലാം ഉണ്ടാകുന്നു. പക്ഷേ പുതിയ രോഗങ്ങളും പുതിയ രോഗാണുക്കളും വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മനുഷ്യൻ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ യൂറോപ്പിലെ സംഗതി എന്ന് പറയുന്നത്, ഇത് ജൂൺ മുതൽ ഇതുവരെ ജൂൺ 1 മുതൽ ഉള്ള കണക്കാണ് 1300 ആളുകൾ മരിച്ചു എന്നുള്ളത്. അതിൽ 10 പേര് ഫ്രാൻസിൽ ഇതാണ് പുഴയിൽ ചാടിയിട്ട് മരിച്ചാണ്, ചൂട് സഹിക്കാൻ പറ്റാതെ പുഴയിൽ ചാടി മരിച്ചതാണ്. ഇതിൽ മരിച്ചതിൽ മഹാഭൂരിപക്ഷവും 60+ ആണ്. അവർ ഈ ഹീറ്റ് വേവ് സഹിക്കാൻ വയ്യാതെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു, ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അന്ന് മനസ്സിലാക്കേണ്ടത് ജൂണിലാണ് ഇത് ഈ ഐബീരിയൻ ഇതുണ്ടല്ലോ പെനിൻസുല, ഈ പറയുന്ന സ്പെയിനും പോർച്ചുഗലും ചേർന്നുള്ള ഭാഗം, അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് നോർത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഒരു സഹാറൻ പമ്പ് എന്നാണ് ഇതിന് മെറ്ററോളജിക്കൽ ആർട്ടിക്കിളൊക്കെ അതിന് പേര് കൊടുക്കുന്നത്. കൈൻഡ് ഓഫ് നമ്മൾ ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്നൊക്കെ പറയണ മാതിരി ഈ സഹാറൻ മരുഭൂമിയുടെ മേലെ ഒരു റിസർവോയർ ഓഫ് ഹീറ്റ് രൂപപ്പെട്ടു എന്നാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹീറ്റ് ഡോം എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒമേഗ ബ്ലോക്ക് എന്ന് ഉപയോഗിക്കുന്നുണ്ട്, റിസർവോയർ ഓഫ് ഹീറ്റിൻ്റെ ചൂടിൻ്റെ വലിയൊരു പരാവാരം. അത് മൂവ് ചെയ്യുന്നു. അത് ഫസ്റ്റ് മൂവ് ചെയ്തെത്തുന്ന എവിടെയാണ്? ആഫ്രിക്കയായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഐബീരിയൻ പെനിൻസുലയിലാണ്. അപ്പോൾ ആദ്യത്തിൻ്റെ കാറ്റാസ്ട്രോഫി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്പെയിനിലും പോർച്ചുഗലും തന്നെയാണ്. ദെൻ നെക്സ്റ്റ് കൺട്രി ഫ്രാൻസ് അതിലേക്ക് മൂവ് ചെയ്യുന്നു. ദെൻ പാർട്ട് ഓഫ് UK, ജർമ്മനി, ഇങ്ങനെയുള്ള സ്വിറ്റ്സർലൻഡ് ഏറ്റവും ആളുകളൊക്കെ ഇതിന് പോകുന്ന ഹോളിഡേയിങ്ങിന് പോകുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. ഇനി അത് ബാൽക്കൻ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു, ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു പറയുന്നത് വലിയ ഇത് ഏറ്റവും ഉണ്ടായ പ്രസിദ്ധി എന്ന് വെച്ചാൽ പവർ ഷോർട്ടേജ്. ഇപ്പം ഫ്രാൻസ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പവർ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ പവറാണ്. അപ്പോൾ അവിടെ ഇത് തണുപ്പിക്കാൻ വേണ്ടി, റിയാക്ടർ തണുപ്പിക്കാൻ വേണ്ടി പുഴവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ പുഴവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, കാരണം അത് ചൂടായി. തണുപ്പിക്കാനാണല്ലോ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രവർത്തനം കട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. അത് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നോക്കൂ, ഇലക്ട്രിസിറ്റി യൂസേജ് ഏറ്റവും കൂടുന്ന സമയമാണിത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ തന്നെ കുറവ് വരുന്നു. അതൊക്കെ കൂടെ ഉണ്ടാക്കുന്ന പലതരം പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഇത് വലിയ പ്രശ്നം നടക്കുമ്പോഴാണ് നമ്മളൊന്ന് സണ്ണി ജോസഫ് നിയന്ത്രണത്തിന് പ്രസ്താവന നിയമസഭയിൽ ഇവിടെയാണ് ഫോം ചെയ്തതെന്നല്ലോ, സഹാറൻ മേഖലയിൽ അൾജീരിയ, ടുണീഷ്യ, മൊറോക്കോ, ഈ റീജിയനാണത്. അവിടെ മെയിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. അവിടെ 10-15 പേര് അവിടെ മരിച്ചിട്ടുണ്ട്. പക്ഷെ അത് വാർത്തയായിട്ടില്ല. യൂറോപ്യന്മാർ മരിച്ചാലാണ് വാർത്തയാവുള്ളൂ, അതുകൊണ്ടായിരിക്കാം അത് വാർത്തയായിട്ടില്ല. പക്ഷേ ഈ റീജിയനിൽ ഇതിനേക്കാൾ അവരുടെ തുടർച്ചയായ 3ാമത്തെ വർഷമാണ് അവർ വരൾച്ചയിലൂടെ കടന്നു പോകുന്നത്. ഈ രാജ്യങ്ങൾ, ഈ സബ് സഹാറൻ റീജിയൻസ്. കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടോ, മൊറോക്കോയിൽ ഇവിടെയൊക്കെ വലിയ ഈ നവനാസ്തികർ ഭയങ്കരമായി ആഘോഷിച്ചൊരു വാർത്തയുണ്ട്. എന്താ ഓർമ്മയുണ്ടോ? മൊറോക്കോയിൽ ബക്രീദിൻ്റെ ബലി നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു.
ആ വസ്തുത എന്താ സംഭവം അറിയോ? അവിടെ ഈ പറഞ്ഞ ഒരു വർഷങ്ങൾ 3-4 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരൾച്ചയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ്റെ അറൗണ്ട് 30% കുറഞ്ഞു പോയി. ലൈഫ് സ്റ്റോക്ക് കുറഞ്ഞു പോയി വരൾച്ച കാരണം. അപ്പോൾ അവിടുത്തെ രാജാവ് മുഹമ്മദ് രാജാവ് ഉത്തരവിട്ടു, കഴിഞ്ഞ വർഷം ഇത്തവണ നമുക്ക് ബലിയറക്കലില്ല, ഉളുഹിയത്തില്ല, മൊത്തം രാജ്യനിവാസികൾക്ക് വേണ്ടി ഞാനൊരാടിനെ അറക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഇവിടെ ഭയങ്കരമായിട്ട് ഈ നാസ്തിക മോർച്ച അതിൽ ആഘോഷിക്കപ്പെട്ടാണ്. ഇതാണ് കാരണമെന്നും പറഞ്ഞിട്ടില്ല, ബലി നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ തോതിൽ. അപ്പോൾ ഇത്തവണയും അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു മൊറോക്കോയിൽ. കാരണം പിന്നെ സ്റ്റേറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ബലി കേന്ദ്രങ്ങളിൽ മാത്രമേ ഇത് അറക്കാൻ പാടുള്ളൂ. അതിനെ സെൻട്രലൈസ് ചെയ്തു. ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷനിൽ വലിയ മാറ്റം വരുന്നുണ്ട്. അവിടുത്തെ ഈ പറയുന്ന ഭൂഗർഭ ജലശേഖരത്തിൽ മാറ്റം വരുന്നുണ്ട്. അവർ വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഏരിയയിൽ തന്നെയാണ് ഈ പറയുന്ന റിസർവെയർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന എന്ത് ഡോമായിരുന്നു, ഹീറ്റ് ഡോം ഫോം ചെയ്തത്. അത് ഇത്തവണ അങ്ങോട്ട് മൂവ് ചെയ്തു. അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള കാരണം അവിടുത്തെ എയർ പ്രഷർ കുറഞ്ഞതാണ് എന്നൊക്കെ ഈ മെറ്റീരിയോളജിക്കൽ അതിൻ്റെ സയൻറ്റിസ്റ്റുകൾ എഴുതിയത് കാണുന്നുണ്ട്. എനിവേ ഓരോ സന്ദർഭങ്ങളിൽ ഇതിങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം യമനിൽ നിന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. യമനിൻ്റെ ചില ഭാഗങ്ങളിൽ വലിയ തോതിൽ മഞ്ഞ് വീഴ്ച ഉണ്ടായി. അതിൻ്റെയും വളരെ രസകരമായിട്ടുള്ള വീഡിയോസ് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. യമനിൽ പ്രത്യേകിച്ച് ആ റീജിയനിൽ അസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഭാഗത്ത് ഹീറ്റ് വേവിൻ്റെ പേരിലുള്ള അടിപിടിയും പിന്നെ പ്രശ്നങ്ങളും നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് അതൊരു മരുഭൂഭാഗമാണ്. അവിടെ എന്താണ് സ്നോഫാൾ, അതും ഒരു റയർ സീസണിൽ സ്നോഫാൾ ഉണ്ടാകുന്നതിൻ്റെ വാർത്ത. അപ്പോൾ പ്രകൃതിയുടെ ഇങ്ങനത്തെ പല സന്ദർഭങ്ങളിൽ പലതും നമ്മൾ കാണുന്നു, കേൾക്കുന്നു. അതിൽപ്പെട്ട ആശ്ചര്യകരമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ ആളുകൾ ഹീറ്റ് വേവ് കാരണം പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെയുള്ള വാർത്ത നൂറ്റാണ്ടിലൊക്കെ എന്താണ് കൗതുകകരമായിട്ടുള്ള ആശ്ചര്യകരമായൊരു വാർത്തയായിരിക്കും.